പ്രിയമുള്ളവരെ, എല്ലാവരെയും കൊമേഴ്സ് ട്യൂട്ടർ വീഡിയോസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ലാസ് 12 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിലെ സെക്കൻഡ് ചാപ്റ്റർ സ്പ്രെഡ്ഷീറ്റ് ഈ പാഠത്തിൻ്റെ 12ാം ഭാഗത്തേക്കാണ് കടക്കുന്നത്. പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 4 പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഫങ്ഷൻസിനെ കുറിച്ചാണ് കണ്ടത്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് നമ്മൾ 3 പ്രധാനപ്പെട്ട ഫിനാൻഷ്യൽ ഫങ്ഷൻസാണ് വിശദമായിട്ട് കാണുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണുന്ന ഫിനാൻഷ്യൽ ഫങ്ഷൻ FV എന്നുള്ളതാണ്, അതായത് ഫ്യൂച്ചർ വാല്യൂ. FV stands for future value of investment. This function calculates the future value of an investment with the constant interest rate and periodic payments. ഫ്യൂച്ചർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു നിക്ഷേപത്തിൻ്റെ ഒരു നിശ്ചിത റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് നൽകുന്ന പീരിയോഡിക് പേയ്മെൻറ്റ്സ് ഉൾപ്പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എത്രയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് FV ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സിൻടാക്സ് നോക്കുക. ഈക്വൽ ടു FV ബ്രാക്കറ്റിൽ പാരാമീറ്റേഴ്സ് വരുന്നത് റേറ്റ്, NPR, PMT, PV, ടൈപ്പ്. 5 പാരാമീറ്റേഴ്സാണ് ഇവിടെ ഫ്യൂച്ചർ വാല്യൂ എന്നുള്ള FV ഫംഗ്ഷനിൽ വരുന്നത്. ഈക്വൽ ടു FV ബ്രാക്കറ്റിൽ റേറ്റ് കോമ NPR കോമ PMT കോമ PV കോമ ടൈപ്പ്. ഈ പാരാമീറ്റേഴ്സൊക്കെ നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞതാണ്. ഇവിടെ റേറ്റ് നമുക്കറിയാം പീരിയോഡിക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, ഉദാഹരണമായിട്ട് മന്ത്ലി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ NPR എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ്സ് ഇൻ മന്ത്സ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മന്ത്ലി എടുക്കുമ്പോൾ തീർച്ചയായിട്ടും NPRും മന്ത്സായിട്ട് വേണം. എത്ര മാസങ്ങളിലായിട്ടാണ് അടവ് നടത്തേണ്ടത്, അതാണ് NPR എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. PMT നമുക്കറിയാം എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ഈച്ച് പീരീഡ്, ഓരോ മാസവും അടയ്ക്കേണ്ട തുക എത്രയാണ്, ആ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് എത്ര രൂപയാണ് ഓരോ മാസവും അടയ്ക്കേണ്ടതെന്നുള്ളതാണ് PMT സൂചിപ്പിക്കുന്നത്. സാധാരണ ഇതിൽ പേയ്മെൻറ്റ് ആയതുകൊണ്ട് അത് നെഗറ്റീവ് ഫിഗറായിട്ടാണ് കാണിക്കുക. PV ഹിയർ ദ പ്രസൻറ്റ് വാല്യൂ, അത് ഓപ്ഷണലായിട്ടുള്ള ഒന്നാണ്. പ്രസൻറ്റ് വാല്യൂ ആണ്, ഇപ്പോഴുള്ള മൂല്യം, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴുള്ള മൂല്യമാണ്. അതെന്നാൽ ഓപ്ഷണലായിട്ടുള്ളൊരു പാരാമീറ്ററാണ്. ടൈപ്പ് എന്ന് പറയുമ്പോൾ 0 അല്ലെങ്കിൽ 1 ആണ്. 0 ഫോർ പേയ്മെൻറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ആൻഡ് 1 ഫോർ ബിഗിനിങ് ഓഫ് ദ പീരീഡ്. ടൈപ്പും ഓപ്ഷനിലാണ്. അവിടെ 0 നൽകുന്നത് മാസ അവസാനമാണ് പേയ്മെൻ്റ് എങ്കിലാണ്, മാസം ആദ്യമാണ് പേയ്മെൻ്റ് എങ്കിൽ 1 ആണ് നൽകേണ്ടത്. ഒരു ഉദാഹരണത്തിലൂടെ അത് വിശദമായിട്ട് കാണാം നമുക്ക്. A person started a recurring deposit with the bank by depositing rupees 2,500 per month for a period of 4 years. ഒരു റെക്കറിംഗ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ആരംഭിക്കുകയാണ്. മന്ത്ലി 2,500 ആണ് അടയ്ക്കേണ്ട തുക. 4 വർഷത്തേക്കാണ് അടവ് നടത്തേണ്ടത്. ഇൻട്രസ്റ്റ് റേറ്റ് 8% ബാങ്ക് ഓഫർ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിക്ഷേപത്തിൻ്റെ ഫ്യൂച്ചർ വാല്യൂ എന്തായിരിക്കും, അല്ലെങ്കിൽ 4 വർഷം കഴിയുമ്പോൾ ലഭിക്കുന്ന തുക എത്രയാണ്? അതിനു വേണ്ടിയിട്ട് നമ്മൾ FV എന്നുള്ള ഫംഗ്ഷനാണ് യൂസ് ചെയ്യുക. അവിടെ നമുക്ക് പാരാമീറ്റേഴ്സ് നൽകുകയാണെങ്കിൽ ആദ്യം റേറ്റാണ് നൽകേണ്ടത്. ഇവിടെ ഇയർലി റേറ്റ് തന്നതുകൊണ്ട് അതിനെ മന്ത്ലി റേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അവിടെ റേറ്റ് എന്ന് പറയുന്നത് 8% ഡിവൈഡഡ് ബൈ 12 ആണ്. അവിടെ 4 വർഷ കാലാവധിയാണ്. അപ്പോൾ NPR എന്ന് പറയുന്നത് 12 4 48 ആണ്. 48 മാസമാണ് NPR, നമ്മൾ മാസം അടവ് നടത്തേണ്ടത് 2,500 വെച്ചാണ്. അത് പേയ്മെൻ്റ് ആയതുകൊണ്ടാണ് -2,500, അവിടെ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 0 കൊടുക്കാം. ദെൻ ടൈപ്പും 0 നൽകാം.
അപ്പോൾ നമുക്ക് ലഭിക്കുക 1,40,874 രൂപ 79 പൈസ എന്നാണ് നമുക്ക് ആൻസറായിട്ട് ലഭിക്കുക. 2,500 വെച്ച് 4 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 8% ഇൻട്രസ്റ്റാണ് ആ റെക്കറിംഗ് ഡെപ്പോസിറ്റിനെങ്കിൽ നമുക്ക് 4-ാം വർഷം തിരികെ ലഭിക്കുന്ന തുകയാണ് 1,40,874.79. അടുത്തായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് PMT ഫംഗ്ഷനെ കുറിച്ചാണ്. PMT മീൻസ് പേയ്മെൻ്റ് എന്നുള്ളതാണ്. ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ നിശ്ചിത കാലയളവിലേക്ക് നിശ്ചിത പെർസെൻറ്റേജ് വെച്ചുകൊണ്ട് ഒരു നിശ്ചിത തുക ലോൺ എടുത്തു കഴിഞ്ഞാൽ ഓരോ മാസവും അടയ്ക്കേണ്ട തുക എത്രയാണ്, ആ ലോണിൻ്റെ അടവ് തുക തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് PMT എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് കാൽക്കുലേറ്റ്സ് ദ പീരിയോഡിക് പേയ്മെൻറ്റ് ടുവേർഡ്സ് എ ലോൺ. ദിസ് റീപേയ്മെൻറ്റ് എമൗണ്ട് ഈസ് യൂഷ്വലി കോൾഡ് EMI. അങ്ങനെ ഓരോ മാസവും നമ്മൾ ലോണിലേക്ക് അടയ്ക്കുന്ന തുകയാണ് EMI എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്. ദ ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ഇൻക്ലൂഡ്സ് ബോത്ത് പ്രിൻസിപ്പൽ ആൻഡ് ഓൾസോ ദ ഇൻട്രസ്റ്റ് കോമ്പോണൻസ്. EMI എന്ന് പറയുമ്പോൾ അവിടെ മുതൽ എത്രയാണോ അടയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ആ കാലയളവിലെ പലിശ കൂടെ ഉൾക്കൊള്ളിച്ചതായിരിക്കും. ഇപ്പോൾ EMIക്ക് 2 കോമ്പോണൻസ് ആയിരിക്കും ഉണ്ടാവുക, ഇൻട്രസ്റ്റ് കോമ്പോണൻറ്റും അതിൻ്റെ പ്രിൻസിപ്പൽ കോമ്പോണൻറ്റും. ഇവ രണ്ടും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ മന്ത്ലി പേയ്മെൻ്റ് ആയിട്ട് EMI അടയ്ക്കുന്നത്. അപ്പോൾ ആ ലോണിൻ്റെ EMI തുക എത്രയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് PMT ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സിൻടാക്സ് ശ്രദ്ധിക്കുക. ഈക്വൽ ടു PMT ബ്രാക്കറ്റിൽ പാരാമീറ്റേഴ്സ് റേറ്റ് കോമ NPR കോമ PV കോമ FV കോമ ടൈപ്പ്. ആ ക്രമത്തിൽ തന്നെ പാരാമീറ്റേഴ്സ് കൊടുക്കുക. റേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് മന്ത്ലി ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് കണക്കിലെടുക്കുക. NPR എന്ന് പറയുന്നത് നമ്പർ ഓഫ് പേയ്മെൻറ്റ് പീരീഡ് ആണ്, എത്ര മാസം അടയ്ക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ദെൻ PV എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ആണ്, അതായത് ലോൺ എമൗണ്ട് ആണ് PV പ്രസൻറ്റ് വാല്യൂ. FV നമുക്കറിയാം ഫ്യൂച്ചർ വാല്യൂ ആണ്. അപ്പോൾ പീരിയോഡിക് പേയ്മെൻറ്റ്സ് കഴിയുമ്പോൾ എത്രയായിരിക്കും ലോണിൻ്റെ എമൗണ്ട്? സാധാരണ നമുക്കറിയാം അത് 0 ആണ്. കാലാവധി കഴിയുമ്പോൾ ലോൺ പൂർണ്ണമായിട്ട് അടച്ചു തീർക്കുകയാണ്. അതുകൊണ്ട് അവിടെ ഫ്യൂച്ചർ വാല്യൂ സാധാരണ ഇതിൽ 0 ആയിരിക്കും. ടൈപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എപ്പോഴാണ് പേയ്മെൻറ്റ് നടത്തുന്നത്. മാസം അവസാനമാണെങ്കിൽ 0 ആയിരിക്കും, മാസം ആദ്യമാണെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ 5 പാരാമീറ്റേഴ്സ് കൊടുത്തുകൊണ്ടാണ് നമുക്ക് PMT ഫംഗ്ഷനിലൂടെ ഒരു ലോണിന് അടയ്ക്കേണ്ട EMI തുക നിർണ്ണയിക്കാൻ കഴിയുക. ഒരു എക്സാമ്പിൾ നോക്കാം. Calculate the monthly repayment of loan or rupees 2 lakh at 12% interest per annum for a period of 8 years. 2 ലക്ഷം രൂപയാണ് ലോൺ എമൗണ്ട്. മന്ത്ലി റീപേയ്മെൻറ്റ് നൽകുകയാണ്. 8 വർഷത്തേക്കാണ് ലോണിൻ്റെ തിരിച്ചടവ് നടത്തേണ്ടത്. 12% ലോണിൻ്റെ പലിശ. അവിടെ 2 സാഹചര്യങ്ങളിൽ നമ്മളോട് EMIയുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. മാസം അവസാനമാണ് പേയ്മെൻറ്റ് നൽകുന്നതെങ്കിൽ അല്ലെങ്കിൽ മാസം ആദ്യമാണ് പേയ്മെൻറ്റ് നൽകുന്നതെങ്കിൽ അടയ്ക്കേണ്ട EMIയുടെ തുക അല്ലെങ്കിൽ ലോണിൻ്റെ ഓരോ മാസവും തിരിച്ചടവ് നടത്തേണ്ട തുകയാണ് ഇവിടെ PMT ഫംഗ്ഷനിലൂടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം നമുക്ക് റേറ്റ് എന്ന് പറയുന്നത് ഇവിടെ അറിയാം 12% ഇയർലി റേറ്റ് ആണ്. അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് മന്ത്ലി റേറ്റ് ആക്കുക. NPR എന്ന് പറയുന്നത് 8 വർഷമാണ്. 8 × 12 96 അവിടെ NPR എന്ന് പറയുന്നത്. ദെൻ PV എന്ന് പറയുന്ന പ്രസൻറ്റ് വാല്യൂ ആണ്, ലോൺ എമൗണ്ട് ആണ് 2 ലക്ഷം. ഫ്യൂച്ചർ വാല്യൂ 0 ആയിട്ട് എടുക്കുക. ടൈപ്പ് A കേസിലാകുമ്പോൾ അത് 0 ആണ്, B കേസിലാകുമ്പോൾ അത് 1 ആണ്. അപ്പോൾ ആദ്യത്തെ കേസിൽ നമുക്ക് EMIയുടെ തുക കണ്ടെത്താം. ഈക്വൽ ടു PMT ബ്രാക്കറ്റിൽ 12% ഡിവൈഡ് ബൈ 12 96 2 lakh 0,0 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക.
ഇപ്പോൾ റേറ്റ് മന്ത്ലിയാണ് ആദ്യം നൽകിയിരിക്കുന്നത് 12% ഡിവൈഡ് ബൈ 12. 96 എന്ന് പറയുന്ന NPR ആണ്. എത്ര മാസം അടവ് നടത്തണം? 8 വർഷം അടവ് നടത്തണം. അങ്ങനെയാണ് 90 മാസത്തേക്കുള്ള അടവ് തിരിച്ചടവ്. ദെൻ പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ലോൺ എമൗണ്ട് ആണ്. ദെൻ ഫ്യൂച്ചർ വാല്യൂ ഇവിടെ 0 ആയിട്ട് എടുക്കുന്നു. ദെൻ ടൈപ്പ് മാസം അവസാനം അടയ്ക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ ഫസ്റ്റ് കേസിൽ അവിടെ 0 എടുക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മന്ത്ലി അടയ്ക്കേണ്ട തുക 3250 രൂപ 57 പൈസ എന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ ആദ്യമാണ് നമ്മൾ അടവ് നടത്തുന്നതെങ്കിൽ തുകയിൽ വരുന്ന മാറ്റം എത്രയാണ്? ഈക്വൽ ടു PMT 12% ഡിവൈഡ് ബൈ 12, 96, 2000, I mean 2 lakh, 0, ഇവിടെ 1 ആണ് ടൈപ്പ് കൊടുക്കേണ്ടത്. മാസം ആദ്യമാണ് പേയ്മെൻറ്റ് നൽകുന്നത് കൊണ്ട് 1 കൊടുക്കുന്നത്. അവിടെ EMIയിൽ വരുന്ന മാറ്റം 3218 രൂപ 38 പൈസയാണ്. മാസം ആദ്യം കൊടുക്കുമ്പോൾ EMIയിൽ കുറവ് സംഭവിക്കുന്നുണ്ട്. 3218 രൂപ 38 പൈസയായിട്ട് അത് കുറയുന്നു. ഈ രീതിയിൽ EMI കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എടുക്കുന്ന ലോണിൻ്റെ മന്ത്ലി തിരിച്ചടവിൻ്റെ തുക കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് PMT ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അവസാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് NPV, നെറ്റ് പ്രസൻറ്റ് വാല്യൂ. NPV എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഫംഗ്ഷനാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതായത് ഒരു അസറ്റ് നമ്മൾ വാങ്ങുന്നു, അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റിൽ നമ്മളൊരു നിശ്ചിത തുക ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൽ നമുക്ക് വർഷം ക്യാഷ് ഇൻഫ്ലോസ്, അതിൽ നമുക്ക് റിട്ടേൺ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ റിട്ടേണിൻ്റെ ഇപ്പോഴുള്ള മൂല്യം എത്രയാണ്? അങ്ങനെ വരും വർഷങ്ങളിൽ ആ പ്രോജക്റ്റിൽ നിന്ന് ലഭിക്കുന്ന ക്യാഷ് ഇൻഫ്ലോസിൻ്റെ അല്ലെങ്കിൽ റിട്ടേണിൻ്റെ ഇപ്പോഴുള്ള മൂല്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് NPV എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. NPV gives the present value of the future cash inflows from a project. അപ്പോൾ അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് NPV യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ്. അപ്പോൾ കൂടുതൽ റിട്ടേൺ തരുന്ന പ്രപ്പോസലായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് NPV ഫംഗ്ഷൻ ഉപകരിക്കുന്നത്. ഹിയർ ദ സിൻടാക്സ് ഈസ് ഈക്വൽ ടു NPV, ബ്രാക്കറ്റിൽ ആദ്യം റേറ്റ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കുക, ദെൻ വാല്യൂ 1, വാല്യൂ 2, അങ്ങനെ 30 വാല്യൂസ് വരെ കൊടുക്കുക. ഇവിടെ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 ആ രീതിയിൽ നൽകുന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അവിടെ ക്യാഷ് ഇൻഫ്ലോസ് ആണ്. ഓരോ വർഷവും നമുക്ക് ബിസിനസ്സിലേക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ കിട്ടുന്ന റിട്ടേൺ ആണ്. ഇപ്പോൾ ഒരു അസറ്റിന് ഒരു നിശ്ചിത തുക നമ്മൾ മുടക്കുന്നു, ഓരോ വർഷവും നമുക്ക് അതിൽ നിന്നും റിട്ടേൺ അല്ലെങ്കിൽ ക്യാഷ് ഇൻഫ്ലോസ് ലഭിക്കുന്നു. ആ ക്യാഷ് ഇൻഫ്ലോസ് ആണ് വാല്യൂസ്. റേറ്റ് എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ലാഭശരാശരിയാണ്, അല്ലെങ്കിൽ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ആണ്. നമുക്കറിയാം ഓരോ തരം ബിസിനസ്സിനും അല്ലെങ്കിൽ ഓരോ പ്രോജക്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ട്. അതാണ് ഇവിടെ ആ ഡിസ്കൗണ്ട് റേറ്റ് ആണ് ഇവിടെ റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഹിയർ റേറ്റ് ഈസ് ദ ഡിസ്കൗണ്ട് റേറ്റ് ആപ്ലിക്കബിൾ ടു ദ പ്രോജക്റ്റ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ prevailing rate of interest. And here value is the cash inflows expected from the project in coming years. Then to ascertain the net present value of the project, we should deduct the initial investment outlay of the project. അപ്പോൾ ഇവിടെ നമുക്ക് ആത്യന്തികമായിട്ട് ആ പ്രോജക്റ്റിനെ ചൂസ് ചെയ്യണമോ, ആ പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ആ പ്രോജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവായി തീരുമ്പോഴാണ്. അപ്പോൾ പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ NPV കണ്ടെത്തിയതിന് ശേഷം ആ NPVയിൽ നിന്നും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്യുക. അതായത് ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് എത്ര കോസ്റ്റ് ഇൻവോൾവഡ് ആണ്, അതായത് ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണത്. പ്രാരംഭത്തിലുള്ള
ആ പ്രോജക്റ്റിൻ്റെ മുതൽ മുടക്ക്. ഇപ്പോൾ 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മളൊരു അസറ്റ് വാങ്ങുന്നതെങ്കിൽ ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്ലേ ആണ്, അല്ലെങ്കിൽ ആ ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് ഇവിടെ കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് മുടക്കുന്ന തുക എത്രയാണ്, പ്രാരംഭ മുതൽ മുടക്ക് എത്രയാണ് ആ പ്രോജക്റ്റിന് വേണ്ടിയിട്ട്, അത് നമ്മൾ കണ്ടുപിടിക്കുന്ന അവിടെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ടുള്ള NPVയിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്കെന്ത് കിട്ടും? ആ പ്രോജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടും. അപ്പോൾ ആ പ്രോജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രം, അതായത് മുടക്കുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺ ഇപ്പോഴത്തെ മൂല്യം വെച്ചിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമുള്ളൂ അല്ലെങ്കിൽ പ്രയോജനമുള്ളൂ എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിനെ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് NPV ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ NPV അവിടെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടെത്തുകയും അതിൽ നിന്നും ആ പ്രോജക്റ്റിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് മൈനസ് ചെയ്യുകയും ചെയ്താൽ നമുക്ക് ഒരു പ്രോജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ലഭിക്കുന്നതാണ്. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. യു ആർ ഇൻറ്റൻഡഡ് ടു പർച്ചേസ് എ മിഷനറി ഫോർ ₹45 lakhs. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 45 lakh ആണ്. അതായത് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 45 ലക്ഷമാണ്. വിച്ച് വിൽ ഈൽഡ് എ നെറ്റ് ഇൻകം ഓഫ് ₹18 lakhs, ₹16 lakhs, ₹14 lakhs and ₹12 lakhs and ₹10 lakhs respectively during the next 5 years. അടുത്ത 5 വർഷത്തെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് 18 ലക്ഷം ഒന്നാം വർഷം, 16 ലക്ഷം രണ്ടാം വർഷം, 14 ലക്ഷം മൂന്നാം വർഷം, 12 ലക്ഷം നാലാം വർഷം, 5-ാം വർഷം 10 ലക്ഷം എന്ന ക്രമത്തിൽ. ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 8.75% ആണ്. അപ്പോൾ പ്രോജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ക്യാഷ് ഇൻഫ്ലോസിൻ്റെ NPV കണ്ടുപിടിക്കുകയും അതിൽ നിന്നും ഇനീഷ്യൽ കോസ്റ്റായിട്ടുള്ള 45 ലക്ഷം മൈനസ് ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ പ്രോജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് B9 ഫോർ എക്സാമ്പിൾ B9 എന്നുള്ള സെല്ലിൽ ഈ വാല്യൂസ് കൊടുത്തുകൊണ്ട് നമുക്ക് ആദ്യം NPV കണ്ടുപിടിക്കാം. ക്യാഷ് ഇൻഫ്ലോസിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എത്രയാണ്, ഈക്വൽ ടു NPV. ആദ്യം റേറ്റ് കൊടുക്കുക, 8.75% ആണ് റേറ്റ്, കോമ ഇനി ക്യാഷ് ഇൻഫ്ലോസ് 1 by 1 ആയിട്ട് 5 ക്യാഷ് ഇൻഫ്ലോസും അവിടെ കോമ ഇട്ടിട്ട് നൽകുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. അപ്പോൾ NPV ആയിട്ട് നമുക്ക് ലഭിക്കുക 56,11,979.42 ആണ്. അത് ആ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ ഇപ്പോഴുള്ള മൂല്യമാണ്. ദെൻ പ്രോജക്റ്റിൻ്റെ ഫീസിബിലിറ്റി നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നമുക്ക് സ്യൂട്ടബിൾ ആണോ, ആ പ്രോജക്റ്റിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുടക്കിയ പൈസ ഈ NPVയിൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ B9 നമ്മൾ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ NPV കണ്ടുപിടിച്ചത്. അതിൽ നിന്നും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള 45 ലക്ഷം മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പ്രോജക്റ്റിൻ്റെ NPV ലഭിക്കുന്നതാണ് 11,11,979.42 ആണ് ആ പ്രോജക്റ്റിൻ്റെ NPV. അപ്പോൾ ഈ പ്രോജക്റ്റിൽ നമുക്ക് എന്താണ് നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കൂടുതൽ റിട്ടേൺ കിട്ടുന്നുണ്ട്, മുടക്കുന്ന പൈസയേക്കാളും കൂടുതൽ റിട്ടേൺ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിവിധ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസ് ഇവാലുവേറ്റ് ചെയ്യുന്ന ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രോജക്റ്റിൻ്റെ NPV ലഭിക്കുന്ന പ്രോജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റുകളെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NPV എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഫിനാൻസ് ഫങ്ഷൻസ് എന്നുള്ള ഏരിയ ഇവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് നമുക്ക് NPVയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലാബ് വർക്ക് കൂടി ചെയ്ത് നോക്കാം. ഈ പാഠത്തിലെ 8ാമത്തെ ലാബ് വർക്കാണ്. NPV ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ലാബ് വർക്കാണിത്. ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ആസ് എ ഫിനാൻഷ്യൽ മാനേജർ ഓഫ് എ ഫേം, ഒരു സ്ഥാപനത്തിന് ഫിനാൻഷ്യൽ മാനേജർ എന്ന നിലയിൽ you are considering the investment proposal having an investment of 25 lakhs. അപ്പോൾ ഒരു പ്രോജക്റ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്.
അതിൻ്റെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 25 ലക്ഷമാണ്. അതിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്യാഷ് ഇൻഫ്ലോസ് അടുത്ത 5 വർഷത്തേക്ക് അതിൽ നിന്ന് നമുക്ക് റിട്ടേൺ ലഭിക്കുന്നു. 8 ലക്ഷം, 7,60,000, 7,40,000, 7 ലക്ഷം, 6 ലക്ഷം എന്നിങ്ങനെ 5 വർഷം റിട്ടേൺ കിട്ടുന്നുണ്ട്. ദെൻ ദ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ദ ഇൻട്രസ്റ്റ് ഈസ് 12% പെർ ആനം. അവിടെ ഡിസ്കൗണ്ട് റേറ്റ് എന്ന് പറയുന്നത് 12% ആയിട്ട് പരിഗണിക്കുക. കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ പ്രോജക്റ്റ് യൂസിങ് NPV ഫംഗ്ഷൻ. അപ്പോൾ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം നമുക്കറിയാം ക്യാഷ് ഇൻഫ്ലോസിൻ്റെ NPV കണ്ടെത്തുകയും അതിൽ നിന്നും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കുകയും ചെയ്താൽ അവിടെ പ്രോജക്റ്റിൻ്റെ NPV നമുക്ക് ലഭിക്കും. അവിടെ ആ പ്രോജക്റ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റ് ഫീസിബിൾ ആകുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് സ്യൂട്ടബിൾ ആകുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ആദ്യമായിട്ട് ലിബ്രെ ഓഫീസ് കാൽക്കിൽ ഒരു പുതിയ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ എ ന്യൂ വർക്ക്ഷീറ്റ് ഇൻ ലിബ്രെ ഓഫീസ് കാൽക്ക്. Thereafter, enter the table heading in the first row as project evaluation using NPV. അപ്പോൾ നമ്മുടെ ഈ ഒരു ലാബ് വർക്കിന് വേണമെങ്കിൽ ഒരു ഹെഡിങ് കൊടുക്കാം. ഈ രീതിയിലൊരു ഹെഡിങ് കൊടുക്കുന്നത് നന്നായിരിക്കും. പ്രോജക്റ്റ് ഇവാലുവേഷൻ യൂസിങ് NPV. ആദ്യത്തെ റോയിൽ അത് നൽകുക. ദെൻ അടുത്തായിട്ട് ഗിവ് ദ ടൈറ്റിൽ റേറ്റ് ഇൻ A2 ആൻഡ് എൻ്റർ ദ ഡിസ്കൗണ്ട് റേറ്റ് 12% ഓർ 0.12 ഇൻ സെൽ B2. അപ്പോൾ A2 സെല്ലിൽ റേറ്റ് എന്നുള്ള, അതായത് നമ്മൾ തുടർന്ന് പാരാമീറ്റേഴ്സാണ് എൻ്റർ ചെയ്യുന്നത്. ആദ്യത്തെ പാരാമീറ്റർ നമുക്കറിയാം റേറ്റാണ്. റേറ്റ് എന്ന് A2-ൽ ടൈറ്റിൽ കൊടുക്കുകയും അവിടെ റേറ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് ആയിട്ടുള്ള 12% അല്ലെങ്കിൽ 0.12 എന്ന് B2 സെല്ലിൽ നൽകുകയും ചെയ്യുന്നു. ദെൻ അതേ തുടർന്ന് A3 എന്നുള്ള സെല്ലിൽ വാല്യൂ 1 എന്ന് നമ്മൾ നൽകുന്നു. കാരണം അടുത്ത പാരാമീറ്റേഴ്സാണ് വാല്യൂസ് കൊടുക്കേണ്ടത്. അതായത് ക്യാഷ് ഇൻഫ്ലോസ്, ആ പ്രോജക്റ്റിൽ നിന്നുള്ള ഓരോ വർഷവും കിട്ടുന്ന റിട്ടേൺ ആണ് നമ്മൾ വാല്യൂസ് ആയിട്ട് നൽകുന്നത്. അപ്പം A3-ൽ വാല്യൂ 1 എന്ന് നൽകുക. എന്നിട്ട് B3-ൽ 1-ാം വർഷത്തെ റിട്ടേൺ ആയിട്ടുള്ള 8 ലക്ഷം അവിടെ നൽകുക. ദെൻ തുടർന്ന് നമുക്ക് 5 വർഷത്തേക്കുള്ള വാല്യൂ ആണ് വേണ്ടത്. അവിടെ തുടർന്ന് A3 മുതൽ A3-ൽ നിന്നും ഡ്രാഗ് ചെയ്തിട്ട് എന്താണ് A7 വരെ വാല്യൂസിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. അപ്പോൾ വാല്യൂ 2, വാല്യൂ 3, വാല്യൂ 4, വാല്യൂ 5 എന്ന് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നുകൊള്ളും ഡ്രാഗ് ചെയ്യുമ്പോൾ. അതിനുശേഷം B4 മുതൽ B7 വരെ അതാത് വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസ് കൂടെ രേഖപ്പെടുത്തുക. ദെൻ അടുത്തായിട്ട് ചെയ്യേണ്ടത് അടുത്ത ടൈറ്റിൽ ക്യാഷ് ഔട്ട്ഫ്ലോ. എത്ര രൂപയാണ് ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്? 25 ലക്ഷം എന്നുള്ളത് അവിടെ നൽകാം നമുക്ക് B8-ൽ. ദെൻ തുടർന്ന് കാൽക്കുലേഷൻസാണ് നമ്മളിനി നടത്തുന്നത്. അതിന് വേണ്ടിയിട്ട് A10-ൽ NPV ഓഫ് ക്യാഷ് ഇൻഫ്ലോസ്. ആദ്യം നമ്മൾ ക്യാഷ് ഫ്ലോസിൻ്റെ NPV ആണ് കണ്ടുപിടിക്കുന്നത്. അവിടെ B9-ൽ അപ്പോൾ ഫോർമുല കൊടുക്കാം ഈക്വൽ ടു NPV B2, B2-ൽ ഉള്ളത് ഡിസ്കൗണ്ട് റേറ്റ് ആണ്, ദെൻ അവിടെ ക്യാഷ് ഇൻഫ്ലോസ് ആണ് നമ്മൾ നൽകേണ്ടത്. അവിടെ ക്യാഷ് ഇൻഫ്ലോസ് ഉള്ളത് 5 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോസ് ഉള്ള ആ റേഞ്ച് മാത്രം സ്പെസിഫൈ ചെയ്താൽ മതി. ഓരോന്നും കോമായിട്ട് നൽകണമെന്നില്ല. ഓരോ സെല്ലും കോമായിട്ട് നൽകിയാലും സെയിം ആൻസർ തന്നെ നമുക്ക് ലഭിക്കും. അതിലും കൂടുതൽ കൺവീനിയൻറ്റ് നമുക്കറിയാം ആ റേഞ്ച് സ്പെസിഫൈ ചെയ്യുന്നതാണ്. B3 മുതൽ B7 വരെയുള്ള റേഞ്ചിലാണ് ക്യാഷ് ഇൻഫ്ലോസ് നമ്മൾ എൻ്റർ ചെയ്തിരിക്കുന്നത്. ആ സെൽ റെഫറൻസ് കൊടുക്കുക, റേഞ്ച് സ്പെസിഫൈ ചെയ്യുക, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ദെൻ അതിനുശേഷം നമുക്ക് അടുത്തതായിട്ട് പ്രോജക്റ്റിൻ്റെ NPV കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർമുല നമുക്കറിയാം. B9-ൽ എന്തുണ്ട്? നമ്മുടെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ NPV കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ പറഞ്ഞ 25 ലക്ഷം ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ B8-ലുണ്ട്. B9-ൽ നിന്നും B8 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കിട്ടുന്നതാണ് പ്രോജക്റ്റിൻ്റെ. ആ ലഭിക്കുന്ന ഫിഗർ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് അക്സെപ്റ്റബിൾ ആണ്. ദെൻ ഒരു നല്ല പേര് കൊടുത്തുകൊണ്ട് ഈ വർക്ക്ഷീറ്റ് നമുക്ക് സേവ് ചെയ്യാം ഫ്യൂച്ചർ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഈ രീതിയിലായിരിക്കും. നമ്മളൊരു ടൈറ്റിൽ നൽകി അതിനുശേഷം
എ കോളത്തിൽ പാരാമീറ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ബി കോളത്തിൽ ഡേറ്റ നമ്മൾ എൻ്റർ ചെയ്തു. ദെൻ B9 അവിടെ ക്യാഷ് ഇൻഫ്ലോസിൻ്റെ NPV കാൽക്കുലേറ്റ് ചെയ്തു. 26,66,234.82 ആണ്. അതായത് 25 ലക്ഷം മുടക്കിയാൽ നമുക്ക് ഇപ്പോഴുള്ള മൂല്യം അനുസരിച്ച് 26,66,234.82 രൂപ ലഭിക്കും. അങ്ങനെയാകുമ്പോൾ നമുക്കിത് 1,66,234.82 അധിക ലാഭം ലഭിക്കുന്നതാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലഭിക്കുന്നതാണ്. അപ്പോൾ NPVയുടെ പ്രോജക്റ്റിൻ്റെ NPV ആണ് നമ്മൾ B10 1,66,234.82 ആൻസറായിട്ട് ലഭിച്ചിരിക്കുന്നത്. തുടർന്ന് നമുക്ക് ലാബ് വർക്ക് കമ്പ്യൂട്ടറിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ ലാബ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഇതുപോലൊരു ബ്ലാങ്ക് വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് ഒരു ടേബിൾ ടൈറ്റിൽ നമുക്ക് നൽകാം. ഉദാഹരണമായിട്ട് പ്രൊജക്റ്റ് ഇവാലുവേഷൻ യൂസിങ് NPV എന്ന ടൈറ്റിൽ നമുക്ക് നൽകാം. ഫസ്റ്റ് റോയിലാണ് ടൈറ്റിൽ നൽകുന്നത്. ടൈറ്റിൽ ടേബിളിൻ്റെ 2 കോളത്തിലേക്കാണ് മർജ് ആൻഡ് സെൻറ്റർ വേണമെങ്കിൽ ചെയ്യാം. മർജ് ആൻഡ് സെൻറ്റർ ചെയ്യുന്നതിന് വേണ്ടി ആദ്യത്തെ 2 കോളം സെലക്ട് ചെയ്തു. മർജ് ആൻഡ് സെൻറ്റർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തു. ആ ടേബിളിൻ്റെ ഹെഡിങ് അവിടെ മർജ് ആൻഡ് സെൻറ്റർ ചെയ്തു. അവ വേണമെങ്കിൽ ബോൾഡ് ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള കളർ വേണമെങ്കിൽ നൽകാം. ദെൻ അതിനുശേഷം ഓരോ പാരാമീറ്റേഴ്സ് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ആദ്യമായിട്ട് ആവശ്യമുള്ളത് നമുക്ക് റേറ്റ് ആണ്. റേറ്റ് എന്ന ടൈറ്റിൽ A2 നൽകുക. റേറ്റ് നമുക്കറിയാം 12% ആണ്. ആ 12% റേറ്റ് നൽകുക. അതിനുശേഷം അടുത്ത പാരാമീറ്ററായിട്ട് വാല്യൂ 1 നൽകുക. ആദ്യ വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ ആണ്. അത് B3 എൻ്റർ ചെയ്യാം. 8 lakh. ദെൻ തുടർന്നുള്ള വർഷങ്ങളെ ക്യാഷ് ഇൻഫ്ലോസ് വാല്യൂ 2, വാല്യൂ 3, വാല്യൂ 4, വാല്യൂ 5 എന്നിവ നൽകാൻ വേണ്ടി ടൈറ്റിൽ ഡ്രാഗ് ചെയ്തിട്ട് നൽകുക. വാല്യൂ 5 വരെ ഡ്രാഗ് ചെയ്ത് നമ്മൾ ടൈറ്റിൽ നൽകി. ദെൻ രണ്ടാം വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ 7,60,000 നൽകുന്നു. വാല്യൂ 2 ആയിട്ട്. വാല്യൂ 3 ആയിട്ട് നമുക്ക് നൽകേണ്ടത് 7,40,000 ആണ്. ദെൻ നാലാം വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ 7 ലക്ഷമാണ്. അഞ്ചാം വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ വാല്യൂ 5 ആയിട്ട് വരുന്നത് 6,60,000 ആണ്. ദെൻ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുള്ള 25 lakh ആണ് നമ്മൾ അടുത്തായിട്ട് എൻ്റർ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ടൈറ്റിൽ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് കൊടുക്കുക. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്യാഷ് ഔട്ട്ഫ്ലോ 25 lakh ആണ്. ദെൻ അതിനുശേഷം ക്യാഷ് ഇൻഫ്ലോസിൻ്റെ NPV ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. NPV ഓഫ് ക്യാഷ് ഇൻഫ്ലോ NPV ഫംഗ്ഷൻ യൂസ് ചെയ്യുക. ഈക്വൽ ടു NPV ബ്രാക്കറ്റിൽ ആദ്യ പാരാമീറ്റർ റേറ്റ് ആണ്. റേറ്റ് ഉള്ളത് B2 സെൽ റെഫറൻസ് B2 നൽകുക, കോമ.
ഇനി വാല്യൂസ് 1 to 5 നൽകുകയാണ് വേണ്ടത്. അതായത് ഇനിഷ്യൽ ഓരോ വർഷവുമുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് ആണ്, ക്യാഷ് ഇൻഫ്ലോസ് ആണ്. റേഞ്ച് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. വാല്യൂ 1 മുതലുള്ള B3 മുതൽ B7 വരെയുള്ള ഏരിയ സെലക്ട് ചെയ്തു. ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇപ്പോൾ 26,66,234.82 ക്യാഷ് ഫ്ലോസിൻ്റെ NPV. ദെൻ പ്രോജക്റ്റിൻ്റെ NPV നമുക്ക് കണ്ടുപിടിക്കാം. പ്രൊജക്റ്റിൻ്റെ NPV കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈക്വൽ ടു ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ക്യാഷ് ഫ്ലോ ഇൻഫ്ലോസിൻ്റെ NPVയിൽ നിന്നും B9 മൈനസ് ഇനീഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ടുള്ള 25 lakh അതിൽ നിന്ന് മൈനസ് ചെയ്യുക. സെൽ റെഫറൻസ് കൊടുക്കുക B8, എൻ്റർ കൊടുക്കുക. ആൻസറായിട്ട് കിട്ടുക 1,66,234.82 ആയിരിക്കും. അപ്പോൾ ഈ പ്രോജക്റ്റ് ഫീസിബിളാണ്, സ്യൂട്ടബിളാണ്. കാരണം പോസിറ്റീവ് നെറ്റ് ക്യാഷ് ഫ്ലോസ് ഉണ്ട്. 1,66,234.82 അധിക ലാഭം ലഭിക്കുന്നുണ്ട് ഈ പ്രോജക്റ്റിൽ നിന്നും. അതുകൊണ്ട് ഇത് സ്യൂട്ടബിളായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ ടേബിളിന് വേണമെങ്കിൽ നമുക്ക് ഗ്രിഡ് ലൈൻസ് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ NPV ഉപയോഗിച്ച് നമുക്ക് പ്രോജക്റ്റ് ഇവാലുവേഷൻ നടത്താവുന്നതാണ്. എല്ലാവരും കമ്പ്യൂട്ടറിൽ ഇത് ചെയ്ത് നോക്കുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും വിട. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.